എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. പ്രകാശവും ശബ്ദവും എന്നുള്ള നമ്മളെ മൊഡ്യൂളിലെ പ്രകാശം എന്ന ടോപ്പിക്കിലെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 10ാം ക്ലാസ് ഫിസിക്സിലെ 5ാമത്തെ അധ്യായമായ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കും. അപ്പോൾ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നുള്ള 10ാം ക്ലാസ് ഫിസിക്സിലെ 5ാമത്തെ അധ്യായം നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഫസ്റ്റ് 2 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതായത് മീനിനെ കാണുന്നുണ്ട്. ആ മീനിനെ കാണുന്നതിലേക്ക് അമ്പെയ്യുമ്പോൾ അവിടെ ലഭിക്കുന്നത് തവളനെയാണ്. അപ്പോൾ നമുക്ക് ഇത് പ്രകാശത്തിൻ്റെ അപവർത്തനം മൂലം നമുക്ക് എന്ത് ചെയ്യണം, മീനിൻ്റെ യഥാർത്ഥ സ്ഥാനത്തല്ല നമ്മൾ നോക്കുമ്പോൾ മീനിനെ കാണുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ ഇവിടെ ഒരു ചിത്രം, ഒരു ലേസർ ടോർച്ച് അതുപോലെ വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ആ പാതയിൽ ഉണ്ടായിരുന്ന വ്യതിയാനത്തെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അതിനുള്ളൊരു പരീക്ഷണമാണത്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നൊരു മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രകാശം വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് ചെറിയൊരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ലേസർ ടോർച്ചിൻ്റെ ഈ ലേസർ ലൈറ്റ് ഒന്ന് ചെറിയൊരു വളവ് വന്നിട്ട് നേരെ പോകേണ്ടത് ചെറുതൊന്ന് വളഞ്ഞിട്ട് പോകുന്നത്. ഈ ഒരു പ്രതിഭാസമാണെന്ത്, അപവർത്തനം എന്ന് ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. ജലത്തിലേക്ക് കടക്കുന്ന പ്രകാശരശ്മിക്ക് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് വ്യതിയാനം സംഭവിക്കുന്നു. വിഭജന തലത്തിൽ വെച്ച്, മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ് എന്ത്, ചെറിയൊരു വ്യതിയാനം സംഭവിക്കും. ഈ ഒരു വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, എല്ലാ മാധ്യമങ്ങളിലും പ്രകാശം കടന്നു പോകുന്ന വേഗത എന്താണ്, വ്യത്യസ്തമാണ്. എല്ലാ മാധ്യമങ്ങളിലും ഓരോ മാധ്യമങ്ങളിലും വ്യത്യസ്ത വേഗത്തിലൂടെയാണ് പ്രകാശം കടന്നു പോകുന്നത്. ഇനി ഓരോ മാധ്യമങ്ങളിലും പ്രകാശത്തിൻ്റെ വേഗം എത്രയാണ് എന്നുള്ളത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ നോക്കാം. വായു അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗമാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ജലത്തിലാണെങ്കിൽ 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ്സിലാണെങ്കിൽ അത് എത്രയാണ്, 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. വജ്രത്തിലാണെങ്കിൽ 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് വായു അല്ലെങ്കിൽ ശൂന്യതയിലാണ്. വായുവിലോ അല്ലെങ്കിൽ ശൂന്യതയിലോ ആണ് എന്ത്, പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എന്ത്, പ്രകാശത്തിൻ്റെ വേഗം. എവിടെ, വായുവിലോ അല്ലെങ്കിൽ ശൂന്യതയിലോ പ്രകാശത്തിൻ്റെ വേഗം. അപ്പോൾ ഏറ്റവും വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. ഏറ്റവും കുറവ് വേഗതയിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലൂടെയാണ്. വജ്രത്തിലൂടെയാണ് എന്ത്, പ്രകാശം ഏറ്റവും കുറവ് വേഗതയിൽ സഞ്ചരിക്കുന്നത്. 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഈ ഒരു കോളം വളരെ പ്രധാനപ്പെട്ട കോളമാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ചിലപ്പോൾ ജലത്തിൽ പ്രകാശവേഗം എത്രയാണ് ചോദിക്കാം, ഗ്ലാസ്സിൽ പ്രകാശവേഗം എത്രയാണെന്ന് ചോദിക്കാം, പ്രകാശവേഗം ഏറ്റവും കൂടിയത് എവിടെയെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ ശൂന്യതയിലാണ്, ഏറ്റവും കുറവ് വജ്രത്തിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു കോളത്തിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി പ്രകാശിക സാന്ദ്രത എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ മനസ്സിലാക്കി എന്താണ്, ഓരോ മാധ്യമത്തിലും പ്രകാശത്തിൻ്റെ വേഗതയിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾക്കനുസരിച്ച് അതിൻ്റെ വേഗതയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓരോ മാധ്യമത്തിൻ്റെയും സവിശേഷതകൾ അതിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ വേഗതയിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഓരോ മാധ്യമത്തിൻ്റെയും സവിശേഷതകൾ അതിലൂടെ ഉള്ള പ്രകാശത്തിൻ്റെ വേഗത്തെ സ്വാധീനിക്കുന്നുണ്ട്. പ്രകാശത്തെ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ, പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവിനെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്.
അപ്പോൾ ഓരോ മാധ്യമത്തിനും അതിൻ്റെ അനുസരിച്ച് അതിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എന്ത് ചെയ്യും, അത് സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ സവിശേഷതകൾക്കനുസരിച്ചാണ് അതിലൂടെ ഉള്ള പ്രകാശത്തിൻ്റെ വേഗത. അപ്പോൾ ഈ വേഗത എന്താണ്, അതിൻ്റെ ഓരോ മാധ്യമത്തിൻ്റെയും സവിശേഷതകളാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രകാശവേഗത്തെ സ്വാധീനിക്കുന്ന ഈ ഒരു മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അതിലൂടെയുള്ള പ്രകാശവേഗം എന്ത് ചെയ്യും, കുറയും. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗത കുറയും. അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ എന്ത് ചെയ്യും, പ്രകാശത്തിൻ്റെ വേഗം കൂടും. നേരെ ഓപ്പോസിറ്റും സംഭവിക്കും. അപ്പോൾ പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗം എന്താണ്, കുറയുകയാണ് ചെയ്യുക. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കുറയുന്നു. പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ പ്രകാശവേഗം കൂടുകയും ചെയ്യുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അപവർത്തനമാണ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണെന്ത്, ദിശാവ്യതിയാനത്തിന് കാരണം. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിൻ്റെ ദിശയിലുള്ള വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ആ വ്യതിയാനത്തിൻ്റെ കാരണം എന്താണ്, ഈ പ്രകാശ സാന്ദ്രതയിലുള്ള ഈ ഒരു വ്യത്യാസമാണ്. പ്രകാശിക സാന്ദ്രതയിലുള്ള ഈ വ്യത്യാസം കൊണ്ടാണെന്ത്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതാണെന്ത്, അപവർത്തനമെന്ന് പറയുന്നത്. ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞുകൊണ്ട് പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച്, എവിടെ വെച്ചാണ്, മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണെന്ത്, അതിൻ്റെ പാതയ്ക്ക് ചെറുതായിട്ടൊരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഈ ഒരു വ്യതിയാനത്തെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്, എവിടെ വെച്ചാണ് അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ്. എങ്ങനെ പതിക്കുമ്പോഴാണ്, പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോഴാണ് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ് ആ പാതയ്ക്കൊരു വ്യതിയാനം സംഭവിക്കുന്നത്. എങ്ങനെയാണ്, ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ. അപ്പോൾ അപവർത്തനത്തിൻ്റെ 3 കാര്യങ്ങൾ എന്താണ്, ഒരു സുതാര്യ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കും. അടുത്തത് എങ്ങനെയാണ്, പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോഴാണ് അപവർത്തനം സംഭവിക്കുന്നത്. അടുത്തത് എവിടെ വെച്ചാണ് അപവർത്തനം സംഭവിക്കുന്നത്, മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ചാണ് അപവർത്തനം സംഭവിക്കുന്നത്. അപ്പോൾ അപവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു 3 പോയിൻറ്റും നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതാണെന്ത്, ആ പാതയിലുള്ള വ്യതിയാനത്തെയാണ് നമ്മൾ പറയുന്നത്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നത്. ഇനി അപവർത്തനം വിവിധ മാധ്യമങ്ങളിൽ, ഇവിടെ നമ്മൾ വായു, ഗ്ലാസ്, ജലം എന്നൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. ഇവിടെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ചെറിയൊരു വ്യതിയാനം സംഭവിക്കും. വീണ്ടും അതിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ അടുത്ത വ്യതിയാനം സംഭവിക്കും. ഈ ഒരു വ്യതിയാനത്തെയാണ് അപവർത്തനം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്, നമ്മളോട് പരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ പല രീതിയിലും പരീക്ഷിക്കാനാണ് തന്നിട്ടുള്ളത്. ഇവിടെ 5 ചിത്രങ്ങളുണ്ട്. ഈ 5 ചിത്രം നിരീക്ഷിച്ചാൽ നമുക്ക് എന്താ മനസ്സിലാകുക, ചെരിഞ്ഞു പതിക്കുമ്പോൾ മാത്രമാണെന്ത് അപവർത്തനം ഉണ്ടാകുന്നത്. ഈ 5 ചിത്രങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ മാത്രമാണെന്ത് അപവർത്തനം ഉണ്ടാകുന്നത്. കുത്തനെ പതിക്കുന്ന പ്രകാശത്തിന് എന്തുണ്ട്, അപവർത്തനം സംഭവിക്കുന്നില്ല. കുത്തനെ പതിക്കുന്ന പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശത്തിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിന് ലംബമായി പതിക്കുന്ന പ്രകാശത്തിൻ്റെ പാതയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വ്യതിയാനം സംഭവിക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണം ഈ ലംബമായിട്ട് വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വ്യതിയാനം സംഭവിക്കുന്നില്ല. അതുപോലെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മിയുടെ പാത എപ്പോഴും ലംബത്തിൽ നിന്ന് അകലെയായിരിക്കും. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ അപവർത്തന രശ്മിയുടെ പാത എപ്പോഴും ലംബത്തിൽ നിന്ന് അകലും. ലംബത്തിൽ നിന്ന് അകന്നിട്ടുകൊണ്ടായിരിക്കും അതിൻ്റെ പാത.
ചിത്രം 5.3 അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇവിടെ എന്താണ്, ലംബത്തിൽ നിന്ന് അകന്നാണ് അതിൻ്റെ പാത. അടുത്ത പോയിൻ്റ് എന്താണ്, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുകയാണെങ്കിൽ അപവർത്തന രശ്മി എന്ത് ചെയ്യും, ലംബത്തോട് അടുക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്കാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ അപവർത്തന രശ്മി എന്ത് ചെയ്യും, ലംബത്തോട് അടുക്കും. ഇവിടെ ചിത്രം 5.3a 5.3a എന്താണ്, ചെരിഞ്ഞ് പതിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ പ്രകാശിക സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുമ്പോൾ, വായുവാണ് ഏറ്റവും കൂടിയത്, അവിടെ നിന്ന് കുറഞ്ഞതിലേക്ക് വായുവാണ് ഏറ്റവും കുറഞ്ഞത്, ജലം കൂടിയതാണ്, അപ്പോൾ പ്രകാശിക സാന്ദ്രത. അപ്പോൾ അവിടെ നിന്ന് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്താണ്, ലംബത്തോട് അടുക്കും. എന്നാൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ലംബത്തോട് അകലും. ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യും, ലംബത്തോട് അകലും. അപ്പോൾ ഗ്ലാസ് പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമമാണ്, വായു പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്. നേരെ പതിക്കുമ്പോൾ എന്ത് ചെയ്യും, ലംബമായിട്ട് തന്നെ പോകുന്നുണ്ട്. അതാണിത് ഈ ഫസ്റ്റത്തെ ചിത്രം 5.3 സിയും 5.3 ഇയും. ഒരു മാധ്യമത്തിന് ലംബമായി പതിക്കുന്ന പ്രകാശത്തിൻ്റെ പാതയ്ക്ക് എന്തുണ്ട്, വ്യതിയാനം സംഭവിക്കുന്നില്ല. ചെരിഞ്ഞ് പതിക്കുമ്പോഴാണ് വ്യതിയാനം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളത് പ്രകാശ സാന്ദ്രികത അനുസരിച്ചാണ് അതിന് വ്യതിയാനം സംഭവിക്കുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെയും കുറേ പരീക്ഷണങ്ങൾ ചെയ്യാനാണ്. അതിൻ്റെ നിരീക്ഷണങ്ങൾ ഇതാണ്. ഇവിടെ എന്താണ്, പ്രകാശം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും അളവ്, അതേപോലെ സൈൻ ഐ, സൈൻ ആറ്, സൈൻ ഐ ബൈ സൈൻ ആറ് ഇങ്ങനെയൊക്കെ കണ്ടെത്താനാണ്. ഇനി തിരിച്ച് ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് വരുമ്പോഴും അതിൻ്റെത് കണ്ടെത്താനാണ്. അപ്പോൾ പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വിലക്ക് എന്താണ് പ്രത്യേകത എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ അനുപാത വില എപ്പോഴും എന്താണ്, ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. സൈൻ ഐ ബൈ സൈൻ ആർ സമം എന്തായിരിക്കും, ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, രണ്ടിൻ്റെയും നമ്മൾ ഈ ടേബിൾ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ സൈൻ ഐ അല്ലെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ളത് എന്താണ്, മുകളിലത്തെ ടേബിളിൽ 1.5 ആണ്, താഴത്തെ ടേബിളാണെങ്കിലോ 0.7 ആണ്. അപ്പോൾ എന്താണ്, സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ളത് എന്താണ്, എപ്പോഴും ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. ഈ സ്ഥിരസംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, അപവർത്തനാങ്കം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ n എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ഥിരസംഖ്യയെ നമ്മൾ എന്താണ്, അപവർത്തനാങ്കം എന്നാണ് പറയുന്നത്. ഏത് അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്, n, സ്മാൾ ലെറ്റർ n എന്നുള്ള അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അപവർത്തനാങ്കത്തെ സൂചിപ്പിക്കുന്നത്. അപവർത്തനാങ്കം എപ്പോഴും എന്താണ്, സ്ഥിരസംഖ്യ ആയിരിക്കും. ഇനി അപവർത്തന നിയമങ്ങൾ നോക്കാം. പതനകോണ്, അപവർത്തന കോണ്, വിഭജന തലത്തിൽ പതന ബിന്ദുവിലൂടെ വരച്ച ലംബം എന്നിവ എന്തായിരിക്കും, ഒരേ തരത്തിലായിരിക്കും. പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില സൈൻ ഐ ബൈ സൈൻ ആർ സമം എന്തായിരിക്കും, ഒരു സ്ഥിര സംഖ്യയായിരിക്കും. ഇതിനെയാണ് എന്ത്, സ്നെൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ളത് ഒരു സ്ഥിര സംഖ്യയാണ് എന്നുള്ളതാണ് എന്ത്, സ്നെൽ നിയമം അല്ലെങ്കിൽ സ്നെൽസ് ലോ എന്ന് അറിയപ്പെടുന്നത്. പതനകോണും അപവർത്തന കോണും വിഭജന തലത്തിൽ എപ്പോഴും പതന ബിന്ദുവിലൂടെ വരച്ച ലംബം എന്നിവ എന്തായിരിക്കും, ഒരേ തരത്തിലായിരിക്കും. അതുപോലെ പതന കോണിൻ്റെയും അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ എപ്പോഴും തമ്മിലുള്ള അനുപാത വില സൈൻ ഐ ബൈ സൈൻ ആർ എന്നുള്ളത് ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. ഇതാണ് എന്ത്, സ്നെൽസ് ലോ എന്ന് അറിയപ്പെടുന്നത്. ഈ സ്ഥിരസംഖ്യയെ അപവർത്തനാങ്കം എന്ന് പറയുന്നു. നമ്മൾ മുകളിൽ പറഞ്ഞതാണ്, n എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതാണെന്ത്, അപവർത്തന നിയമം എന്ന് അറിയപ്പെടുന്നത്. ഇനി മാധ്യമങ്ങളിലെ പ്രകാശ വേഗവും അപവർത്തനാങ്കവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് തമ്മിലുള്ള ഒരു പ്രോബ്ലമാണ് എന്ത്, ഇവിടെ താഴെ തന്നിട്ടുള്ളത്. പ്രോബ്ലം ചെയ്യാനാണ്, പരീക്ഷണങ്ങൾ നടത്തി പ്രോബ്ലംസ് ചെയ്യാനാണ്. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറയുന്നത്.
ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കത്തെ കേവല അപവർത്തനാങ്കം എന്നും പറയുന്നു. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ കേവല അപവർത്തനാങ്കം എന്ന് പറയും. ആപേക്ഷിക അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കമാണ്. എന്നാൽ ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിനുള്ള അപവർത്തനാങ്കമാണെന്ത് കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ആപേക്ഷിക അപവർത്തനാങ്കവും കേവല അപവർത്തനാങ്കവും. ആപേക്ഷിക അപവർത്തനാങ്കത്തിൽ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കം. ഇനി ശൂന്യതയെ അപേക്ഷിച്ച് ഒരു മാധ്യമത്തിനുള്ള അപവർത്തനാങ്കമാണ് ഇത് കേവല അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപവർത്തനാങ്കം സമം നമുക്ക് എങ്ങനെ കാണാം? പ്രകാശത്തിൻ്റെ വായുവിലെ വേഗം ബൈ പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗം C/v. പ്രകാശത്തിൻ്റെ വായുവിലെ വേഗത്തെ നമ്മൾ C എന്നും പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗത്തെ നമ്മൾ v എന്നും എടുത്താൽ അപവർത്തനാങ്കം എന്തായിരിക്കും? C/v ആയിരിക്കും. വായുവിലെ വേഗം ബൈ മാധ്യമത്തിലെ വേഗം. ഇനി നമുക്ക് ഓരോ പരീക്ഷണങ്ങളാണ്, ഓരോ പ്രവർത്തനങ്ങളാണ്. 1, 2, 3, 4 പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനാണ്. അതിൽ ചെയ്തിട്ട് എന്താണ് നമ്മളെ നിരീക്ഷണങ്ങളൊക്കെ എഴുതാനാണ്. കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി പൂർണ്ണാന്തര പ്രതിപതനം എന്നുള്ള ടോപ്പിക്കിൽ എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം? എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറഞ്ഞാൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പ്രതിപതിക്കും. ഇതാണെന്ത്? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി എന്ത് ചെയ്യും? പ്രവേശിക്കുമ്പോൾ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിൽ പ്രതിപതിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. ഇവിടെ താഴെ അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇനി ക്രിട്ടിക്കൽ കോണളവ് എന്താണ് എന്നുള്ളത് നോക്കാം. പ്രകാശരശ്മി സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിൽ പതന കോണാണെന്ത്? ക്രിട്ടിക്കൽ കോൺ. അപ്പോൾ ഇവിടെ അപവർത്തന കോണ് 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിൽ പതന കോണാണെന്ത്? ക്രിട്ടിക്കൽ കോണ് എന്ന് പറയുന്നത്. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് 48.6 ഡിഗ്രിയാണ്. നോട്ട് ചെയ്ത് വെക്കുക. ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ്? ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ്? 48.6 ഡിഗ്രി സെൽഷ്യസ്. 6 ഡിഗ്രി സെൽഷ്യസ് എന്നില്ല, 6 ഡിഗ്രി. ഓക്കെ. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ്? 48.6 ഡിഗ്രിയാണ്. എന്താണ് ക്രിട്ടിക്കൽ കോണളവ്? പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തന കോണ് 90 ഡിഗ്രി ആവുന്ന സന്ദർഭത്തിലെ പതന കോണാണെന്ത്? ക്രിട്ടിക്കൽ കോണ് എന്ന് പറയുന്നത്. ജലത്തിലെ ക്രിട്ടിക്കൽ കോണളവ് 48.6 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുമ്പോൾ ആ രശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതേ മാധ്യമത്തിലേക്ക് തന്നെ അത് പ്രതിപതിക്കും. ഇതാണെന്ത്? പൂർണ്ണ ആന്തര പ്രതിപതനം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചിത്രങ്ങൾ നമ്മളോട് നിരീക്ഷിക്കാനാണ്. ഇനി നിത്യജീവിതത്തിൽ പൂർണ്ണാന്തര പ്രതിപതനം പ്രയോഗിക്കുന്ന അതിൻ്റെ പ്രതിപതനത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ്. പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ചികിത്സാ രംഗത്ത് എൻഡോസ്കോപ്പും വാർത്താവിനിമയ രംഗത്ത് ഫൈബർ കേബിളുകളും ഒക്കെ എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനത്തിന് ആ ഒരു തത്വം ഉപയോഗപ്പെടുത്തി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ചികിത്സാ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. പ്രകാശിക നാരുകൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറുകൾ നിർമ്മിച്ച ശേഷം എന്ത് ചെയ്യും? ആദ്യമായി പ്രയോജനപ്പെടുത്തിയത്
മെഡിക്കൽ രംഗത്ത് എൻഡോസ്കോപ്പി എന്ന ഉപകരണം നിർമ്മിക്കാനാണ്. ഓപ്റ്റിക്കൽ ഫൈബറുകൾ നിർമ്മിച്ച ശേഷം ആദ്യമായി പ്രയോജനപ്പെടുത്തിയ സന്ദർഭം എന്താണ്? എൻഡോസ്കോപ്പ് എന്ന ഉപകരണം നിർമ്മിക്കാനാണ്. രോഗനിർണയത്തിനും ശരീരത്തിൽ മരുന്നുകളുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗപ്പെടുത്തുന്നു. വാർത്താവിനിമയ രംഗത്തും എന്തുണ്ട്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ OFC അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉപയോഗപ്പെടുത്തുന്നത് എവിടെയാണ്? അതിൽ പ്രവർത്തനം എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ് ഇതിലെ പ്രവർത്തനം. ഇനി ലെൻസ് എന്താണ്? ലെൻസ് എന്ന് പറഞ്ഞാൽ ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണെന്ത്? ലെൻസ് എന്ന് പറയുന്നത്. ഗോളോപരിതലമുള്ള ഒരു സുതാര്യ മാധ്യമമാണെന്ത്? ലെൻസ് എന്ന് പറയുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള ലെൻസാണ്: കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. നമ്മൾ ദർപ്പണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇനി കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഉണ്ടാകും. ഇനി ഈ ലെൻസുകളുമായി ബന്ധപ്പെട്ട ചില പദങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമാണെന്താണ്? പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒരു ലെൻസിൻ്റെ മധ്യബിന്ദുവിനെയാണ് നമ്മൾ പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മൾ P എന്നുള്ള ലെറ്ററാണ് ഇതിന് ഉപയോഗിക്കുക. പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്റർ എന്താണ്? ഒരു ലെൻസിൻ്റെ മധ്യബിന്ദുവാണ്. ഇനി വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഏതാണ്? ലെൻസിൻ്റെ ഭാഗമായി വരുന്ന 2 ഗോളോപരിതലങ്ങൾ ഉണ്ടാകും. ഈ ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങളെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ C എന്ന് പറയുന്നത്. ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ C എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ലെൻസിൻ്റെ ഭാഗമായി വരുന്ന 2 ഗോളോപരിതലങ്ങൾ ഉണ്ടാകും. ആ ലെൻസിൻ്റെ വശങ്ങൾ ഭാഗങ്ങളായി വരുന്ന സാങ്കല്പിക ഗോളങ്ങളുടെ കേന്ദ്രങ്ങൾ അതാണെന്ത്? ലെൻസിൻ്റെ വക്രതാ കേന്ദ്രം അല്ലെങ്കിൽ C എന്ന് പറയുന്നത്. മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെൻസിൻ്റെ 2 വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണെന്ത്? മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഒരു ലെൻസിൻ്റെ 2 വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണെന്ത്? മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഇനി മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരവുമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ അക്ഷത്തിലൂടെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ഈ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ചിത്രം നിങ്ങൾ കണ്ടാൽ അപവർത്തനത്തിന് ശേഷം ഇവയ്ക്ക് എന്താണ്? F എന്നുള്ള ആ ഒരു ബിന്ദുവിൽ ഇതിനെയാണ് നമ്മൾ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസിലാണ് ഇത് ഇങ്ങനെ ഒരു. എന്നാൽ കോൺകേവ് ലെൻസിൽ മുഖ്യ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മിഥ്യയാണ്, യാഥാർത്ഥ്യമല്ല, ഒരു സാങ്കല്പികമാണ്. ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? അപവർത്തനത്തിന് ശേഷം ഒരു മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. ഈ ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി കോൺകേവ് ലെൻസിൻ്റെ ആണെങ്കിലോ? കോൺകേവ് ലെൻസിൻ്റെ ആണെങ്കിൽ പ്രകാശം എന്താണ്? അവിടെ സ്പ്ലിറ്റായിട്ട് വിസരിതമായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അവരുടെ എന്താണ്? ഒരു പ്രത്യേക ഒരു കേന്ദ്രത്തിൽ അവിടെ ഇത് കൂടിച്ചേരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാങ്കല്പികമായിട്ടൊരു ഇത് പ്രകാശം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിൻറ്റിന് സാങ്കല്പികമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ വരക്കുന്നതാണിത് കോൺകേവ് ലെൻസിലെ മുഖ്യ ഫോക്കസ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപവും സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ എന്ത് ചെയ്യും? അപവർത്തനത്തിന് ശേഷം പരസ്പരം അകന്നുകൊണ്ടാണ് പോകുന്നത്. കോൺവെക്സിലാണെങ്കിൽ എന്താണ്? അത് അടുത്തുകാണ്ട് ഒരു ബിന്ദുവിലൂടെ കടന്നു പോകും. എന്നാൽ കോൺകേവിലാണെങ്കിൽ എന്താണ്? അവ അകന്നാണ് പോവുക. ഈ രശ്മികൾ പതന രശ്മികളുടെ അതേ വശത്ത് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായി നമുക്ക് തോന്നും. ഈ ബിന്ദുവിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും? അപവർത്തനത്തിന് ശേഷം പരസ്പരം ഇങ്ങനെ അകലും. അപ്പോൾ ഈ രശ്മികൾ പതന രശ്മികളുടെ അതേ വശത്ത്
മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ബിന്ദുവിനെയാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ എന്ത് ചെയ്തു, ലെൻസിൽ തട്ടിയിട്ട് പ്രകാശരശ്മികൾ അകന്ന് പോകുന്നുണ്ട് അപവർത്തനത്തിന് ശേഷം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ അപവർത്തനത്തിൻ്റെ ശേഷം ഇത് കടന്നു പോകുന്ന പിന്നെ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഏകദേശം അത് ഏതിൽ നിന്ന് ഏകദേശം ഒരു സെൻറ്ററിൽ നിന്നാണ് പുറപ്പെടുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അവിടെ നമ്മളൊരു സെൻറ്റർ വരക്കും. അതിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത്. ഇതെന്താണ്, ഒരു സാങ്കല്പികമാണ്, യാഥാർത്ഥ്യമല്ല. അതാണ് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ല, ആ ചിത്രം കണ്ടാൽ തന്നെ അറിയും. അടുത്തതാണെന്ത്, ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്ത് എന്നുള്ളത്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അതിനെന്താണ്, എഫ് എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എഫ് എന്നുള്ള അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇനി വീണ്ടും എന്താണ്, ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രതിബിംബം രൂപീകരിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ചെയ്യാനാണ്. ഇവിടെ എന്താണ്, വിദൂരതയിലും 2F അപ്പുറം 2F-ൽ 2F-നും F-നും ഇടയിൽ എഫിനും ലെൻസിനും ഇടയിലൊക്കെ ഇതിൻ്റെ പ്രതിബിംബം എങ്ങനെ എന്നുള്ളതൊക്കെ നമ്മളോട് എന്താണ് സങ്കല്പിച്ച് പരീക്ഷണം നടത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പരീക്ഷണത്തിൻ്റെ തന്നെ ലെൻസുകളിൽ പ്രതിബിംബം രൂപീകരിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണെന്ത് പിന്നീട് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. ഇനി വസ്തു അനന്തതയിൽ അതുപോലെ 2F-നപ്പുറം നമ്മൾ ആ പരീക്ഷ അതിൻ്റെ അവിടെ വരുന്ന എങ്ങനെയാണ് പ്രതിബിംബം രൂപീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ ചിത്രങ്ങളാണെന്ത് ഇതിവിടെ ഫുള്ള് തന്നിട്ടുള്ളത്. വസ്തു F-ൽ 2F-ന് ഇടയിൽ, വസ്തു F-നും ലെൻസിനും ഇടയിൽ ഒക്കെ. ഇനി കോൺകേവ് ലെൻസിൽ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളും അതിൻ്റെയും തന്നിട്ടുണ്ട്. അങ്ങനെ ചിത്രങ്ങൾ ഫുള്ള് തന്നിരിക്കുകയാണ്. ഇനി ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്താണെന്ന് നോക്കാം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചതാണ്, ഇതിലൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. ലെൻസ്, ദർപ്പണം എന്നിവയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ദൂരം അളക്കുന്നത് നമ്മൾ ഗ്രാഫിലെ അക്ഷങ്ങളുടേതിന് സമാനമായിട്ടാണ്. ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രം ഒറിജിൻ ആയി കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ നീളം അളക്കുക. അപ്പോൾ എല്ലാ അളവുകളും മൂലബിന്ദുവിൽ നിന്നാണ് നമ്മൾ അളക്കേണ്ടത്. അപ്പോൾ പ്രകാശരശ്മി ഇടത്തു നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കും. പ്രകാശരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നവയെ നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവും എതിർ ദിശയിൽ അളക്കുന്നവയെ നെഗറ്റീവും ആയി കണക്കാക്കും. എക്സ് അക്ഷത്തിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും താഴേക്കുള്ള ദൂരം നെഗറ്റീവുമായി കണക്കാക്കും. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം എന്താണ്, പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവും ആയിരിക്കും. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയെക്കുറിച്ച് ഒന്നും കൂടി നമുക്ക് പറയാം. ദർപ്പണം, ലെൻസ് തുടങ്ങിയവയിൽ നിന്ന് വസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്ന് വ്യത്യാസം വരുമ്പോൾ ഓരോന്നും രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും എന്താണ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും, ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള സമവാക്യവും വ്യത്യസ്തം ആയിരിക്കും. ഈ സമവാക്യങ്ങളെയെല്ലാം ഏകീകരിക്കാൻ രൂപീകരിച്ചതാണെന്ത്, ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. എന്നാൽ ഓരോ സന്ദർഭത്തിലെയും യഥാർത്ഥ സമവാക്യം ലഭിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും കാർട്ടീഷ്യൻ ചിഹ്ന രീതി പ്രയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു പോയിൻ്റാണെന്ത്, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവും ആയിരിക്കും. ഒന്നുകൂടിയും പറയാം, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം പോസിറ്റീവും കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം നെഗറ്റീവും ആയിരിക്കും. വീണ്ടും എന്താണ്, ചിത്രങ്ങൾ വരച്ച് പഠിക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അതങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു സൂത്രവാക്യം കിട്ടും. F = UV/U-V എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, 1/F = 1/V - 1/U എന്ന് കഴിയും. ഇതാണ് എന്ത്, ലെൻസ് സമവാക്യം. അപ്പോൾ ലെൻസ് സമവാക്യം എന്താണ്, 1/F = 1/V - 1/U. 1/V - 1/U ആണ് എന്ത്, 1/F = 1/V - 1/U എന്നുള്ളതാണ് എന്ത്, ലെൻസ് സമവാക്യം എന്ന്
പറയുന്നത്. ഇതിൽ വി എന്നുള്ളത് എന്താണ്? വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവുമാണെന്ത്? യുവും വി. അപ്പോൾ ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തെയാണ് യു എന്ന് പറയുന്നത്. ലെൻസിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലത്തെ വി എന്നും പറയും. എന്താണ് അപ്പോൾ ലെൻസ് സമവാക്യം? 1/f സമം 1/v മൈനസ് 1/u. വസ്തുവിൽ നിന്ന് ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമാണെന്ത്? യു എന്നുള്ളത്. പ്രതിബിംബത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമാണ് വി എന്നുള്ളത്. ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമാണ് യു, ലെൻസിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് വി. ഇപ്പോൾ ലെൻസ് സമവാക്യം എന്താണെന്ന് മനസ്സിലായി, വിയും യുവും എന്താണെന്ന് മനസ്സിലായി. ലെൻസിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലമാണെന്ത്? വി എന്നുള്ളത്. ലെൻസിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലമാണെന്ത്? യു എന്നുള്ളത്. അപ്പോൾ 1/f സമം 1/v മൈനസ് 1/u എന്നുള്ളതാണ് വരിക. ഇനി ആവർത്തനം എന്താണ് എന്നുള്ളത് നോക്കാം. ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണെന്ത്? ആവർത്തനം എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണെന്ത്? ആവർത്തനം. അപ്പോൾ ആവർത്തനം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം. പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരമാണ് ആവർത്തനം കാണാനുള്ള സമവാക്യം. വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ആവർത്തനം. ആവർത്തനം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരം. Im/OB, H1/HO. എന്ത് നമുക്ക് Im/OB എന്ന് എഴുതാം, HI/HO എന്നും എഴുതാം. HI എന്ന് പറഞ്ഞാൽ പ്രതിബിംബത്തിൻ്റെ ഉയരം, HO എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉയരം. അപ്പോൾ ആവർത്തനം അത് കാണാനുള്ള സൂത്രവാക്യം. ഇനി ആവർത്തനത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ആവർത്തനം എന്താണ്? ഒരു അനുപാത സംഖ്യയാണ്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ചിഹ്നങ്ങൾ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്. ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും ആയിരിക്കും. ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? പ്രതിബിംബം യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, തലകീഴായ പ്രതിബിംബമായിരിക്കും. ഇനി ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ ആ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും. എന്ത്? ആവർത്തനം പോസിറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം. ഇപ്പോൾ നമ്മൾ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ലെൻസ് ഏതാണ്? കണ്ണാടി ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോൺവെക്സ് ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിൻ്റെ ആവർത്തനം എന്താണ്? അത് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? അത് നിവർന്നതും അതുപോലെ മിഥ്യയുമായുള്ള പ്രതിബിംബമാണ് നമ്മൾ കോൺവെക്സ് മിററിൽ കാണുന്നത്. മുകളിലേക്ക് അളക്കുന്നത് പോസിറ്റീവും താഴേക്ക് അളക്കുന്നത് നെഗറ്റീവും ആണ്. അത് നമ്മൾ പറഞ്ഞതാണ്. മുകളിലേക്ക് പോസിറ്റീവ്, താഴേക്ക് നെഗറ്റീവ് എന്നുള്ളത്. ഈ ആവർത്തനം കാണാൻ M സമം V/U എന്നുള്ള സൂത്രവാക്യം നമുക്ക് ഉപയോഗിക്കാം. M സമം V/U എന്നുള്ള സമവാക്യം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇവിടെ എന്താണ്? പ്രോബ്ലംസ് ചെയ്യാനാണ്. ഈ ഒരു സമവാക്യം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനാണ്. അത് നമുക്ക് പ്രോബ്ലംസിൻ്റെ ഒരു ചാപ്റ്റർ പിന്നീട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണില്ല. പ്രോബ്ലംസ് മൊത്തം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വീഡിയോ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നിത്യജീവിതത്തിൽ നമ്മൾ ലെൻസുകൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ടെലിസ്കോപ്പിൽ, കണ്ണടകളിൽ, ക്യാമറകളിലൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി ലെൻസിൻ്റെ പവർ അല്ലെങ്കിൽ പവർ ഓഫ് ലെൻസ്. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണെന്ത്? പവർ എന്ന് പറയുന്നത്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമത്തെയാണ് നമ്മൾ ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമം, അതായത് തിരിച്ചിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണെന്ത്? പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണെന്ത്? ലെൻസിൻ്റെ പവർ. ലെൻസിൻ്റെ പവർ P സമം എന്താണ്? 1/f ആയിരിക്കും. P സമം 1/f ആയിരിക്കും. ഇനി ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയാപ്റ്റർ ആണ്. ഇതിനെ നമ്മൾ D എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഏതാണ്? ഡയാപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമമായിരിക്കും. അതായത് P = 1/f ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് ഡയാപ്റ്റർ ആണ്. D എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി അന്തരീക്ഷ അപവർത്തനാങ്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ അന്തരീക്ഷ അപവർത്തനാങ്കം കാരണമാണ് നമുക്ക് ഈ നക്ഷത്രങ്ങളിലൊക്കെ തിളക്കമുള്ളതായിട്ടൊക്കെ കാണുന്നത്. കാരണം എന്താണ്? അന്തരീക്ഷ അപവർത്തനാങ്കമാണ്. അത് ഒരു ഇതിൽ നിന്ന് അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ അതിന് അപവർത്തനം സംഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം? അതിങ്ങനെ തിളങ്ങുന്നതായിട്ടൊക്കെ തോന്നാം. അപ്പോൾ ഇതാണ് എന്ത്? അന്തരീക്ഷത്തിലെ അപവർത്തനാങ്കം. അപ്പോൾ അന്തരീക്ഷത്തിന് വിവിധ പാളികളുണ്ട്. അപ്പോൾ ഒരു പാളികളിൽ നിന്ന് അടുത്ത പാളികളിലേക്ക് കടക്കുമ്പോൾ നിരന്തരം അപവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നക്ഷത്രങ്ങളുടെയൊക്കെ തിളക്കത്തിന് കാരണം. അകലെയുള്ള ഒരു നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഇങ്ങനെ അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ ഓരോ അന്തരീക്ഷ പാളിക്കും വ്യത്യസ്ത അപവർത്തനാങ്കമായതുകൊണ്ട് അതിന് തുടർച്ചയായിട്ട് അപവർത്തനം സംഭവിക്കും. അപ്പോൾ നക്ഷത്രങ്ങൾ വളരെ അകലെയായതിനാൽ അതെന്താണ്? ഒരു ബിന്ദു സ്രോതസ്സ് പോലെ അനുഭവപ്പെടും. അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി അപവർത്തനം കഴിഞ്ഞു കണ്ണിലെത്തുമ്പോൾ മറ്റ് പല ബിന്ദുകളിൽ നിന്നും വരുന്നത് പോലെ തോന്നും. ഇതാണെന്ത്? നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിന് കാരണം. അതിൻ്റെ ഫോട്ടോസും ഇവിടെ തന്നിട്ടുണ്ട്. നക്ഷത്രത്തിൻ്റെ മിന്നിത്തിളക്കത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശത്തിൻ്റെ അപവർത്തനമാണ്. അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളിൽ നിന്ന് ഒരു പാളികളിൽ നിന്ന് പാളികളിലേക്ക് കടക്കുമ്പോൾ നിരന്തരമായിട്ട് അതിൻ്റെ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന ഈ പ്രകാശരശ്മികൾക്ക് അപവർത്തനം സംഭവിക്കും. ഇതാണ് നക്ഷത്രത്തിൻ്റെ തിളക്കത്തിന് നമുക്ക് കാരണം ആയത്. ഇത്രയാണ് എന്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഒരേ ഒരു ചാപ്റ്ററും കൂടിയാണ് പഠിക്കാനുള്ളത്. 10ാം ക്ലാസ് ഫിസിക്സിലെ തന്നെ അടുത്ത ചാപ്റ്റർ 6ാമത്തെ അധ്യായമായ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഇതിലിനി പഠിക്കാനുള്ളത്. ഇതോടുകൂടി എന്ത് ചെയ്യും? നമ്മുടെ ശബ്ദവും പ്രകാശവും എന്നുള്ള ഈ മൊഡ്യൂളും ഇവിടെ അവസാനിക്കും. അതിനുശേഷം നമ്മൾ ബയോളജി മൊഡ്യൂളാണ് തുടങ്ങുന്നത്. ബയോളജി മൊഡ്യൂൾ നമ്മൾ പെരുന്നാളിന് ശേഷമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് SCRT സീരീസ് അല്ല, വേറെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചെറിയ വീഡിയോസുമായി നമ്മൾ വരും. ഓക്കെ, അതിൻ്റെ ഇടയിൽ കുറച്ചുള്ള ദിവസം ബാക്കി നമുക്ക് ഒരു 12ാം തീയതിക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള നമ്മളെ SCRT കുറച്ച് തിരക്കാണ്. അപ്പോൾ നമ്മളെ ബയോളജി മൊഡ്യൂൾ നമ്മളൊരു ഏപ്രിൽ 12-ന് ശേഷമാണ് ആരംഭിക്കുക. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.